നമസ്കാരം. പച്ചവെളിച്ചം ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ വ്യാപാരം പൊതുവെ കുറയുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് പെരുന്നാളിന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങള് ഈ കടയിൽ നിന്ന് പുതുതായി തുടങ്ങിയ സിമാൽ എന്ന് പറയുന്ന ഒരു കടയാണ്, ഒരു തുണിക്കടയാണ്. വളരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കടയാണ്. ഇവിടെ നിന്ന് രണ്ട് ആളുകൾ, അത് അവർ ഒരേ പ്രദേശത്തുകാരല്ല, വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു. ഒന്നിന്റെ കളറ് പോകുന്നു, അതുപോലെ തന്നെ മറ്റേത് പിന്നി പോകുന്നു. അത്യാവശ്യം 3000 രൂപയുടെ മുകളിലുള്ള സാധനങ്ങളാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരോട് സംസാരിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അവർ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ മുതലാളിയുടെ നമ്പർ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളൊരു വിഷയം ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വരിക. അതിന്റെ മുതലാളിയോട് അവരുടെ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം വിറ്റ സാധനം കൊടുക്കില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളത് എന്ന് തേടുകയാണ് പച്ചവെളിച്ചം. ആ വിഷയത്തിലേക്ക് ശരിക്കും എന്താണ് സംഭവം, എന്താണ് നടന്നത്? ഇതിപ്പോ പെരുന്നാളിന് 14-ാം തീയതി എടുത്ത ഡ്രസ്സാണ്. ആകെ അരമണിക്കൂറേ ഇത് ഇട്ടിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ തന്നെ ഇത് കീറുകയും ചെയ്ത് അതേപോലെ പിന്നെയും ചെയ്തിട്ടുണ്ട്. വെറും കീറൽ മാത്രമാണെങ്കിൽ പറയാം, ഇത് മെറ്റീരിയൽ തന്നെ ഇങ്ങനെ പിന്നി പോവാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്തല്ല, 2 ഭാഗത്ത് അതേപോലെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അരമണിക്കൂറേ ആകെ ഇട്ടിട്ടുള്ളത്. അത് ഇട്ടിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാനും ശ്രമിച്ചു. ഇതേപോലെ തന്നെ ഇവരെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവർ 2 ദിവസമായിട്ട് വിളിക്കുന്ന അവരാരും എടുത്തിട്ടില്ല. ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റിയതുണ്ടായിട്ടില്ല. ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ചു ഇവിടത്തേക്ക് വന്നതാണ് ഇവരോട് ചോദിക്കാൻ വേണ്ടി. ഫോൺ വിളിച്ച സമയത്ത് എടുക്കുന്നില്ല. ഫോൺ വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് കുറെ പ്രാവശ്യം വിളിച്ച് അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവരോട് പറയുന്നു, ഇവരുടെ സ്റ്റാഫാണ് ഉണ്ടായത്, അവരും ഒന്നും ഇത് റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഓണറിന്റെ നമ്പർ തരാനോ വിളിച്ച് ചെയ്യാനോ ഒന്നിനും ഇവര് ഇതാക്കുന്നില്ല. ഇത് നല്ല രീതിയിലുള്ള റെസ്പോണ്ട് ഇവരെ എടുത്ത് ഭാഗത്തുനിന്നില്ല. ഇതിലിപ്പം ഞാൻ അവരോട് സംസാരിച്ചു, നിങ്ങൾ കേട്ടല്ലോ, നിങ്ങളെ മുമ്പ് നില സംസാരിച്ചത്. അവരത് മടക്കി തരാൻ വേണ്ടി പറ്റില്ല. നിങ്ങളതോ എന്താ പ്രശ്നം? ജസ്റ്റ് വാഷ് ചെയ്തതാണ്. പ്രാവശ്യം ഇട്ടിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ടാകുമ്പോൾ അതിന്റെ കളറ് കംപ്ലീറ്റ് കളറ് പോയി അല്ലെ? ഇതിന് എത്ര പൈസ ഡ്രസ്സായി? 3000 ഡ്രസ്സാണ് ഈ കാണുന്നത്. അതിന് എത്ര വില? 3400 അല്ലെ? ഇവരോട് വന്ന് പറയുമ്പോഴല്ലേ ജസ്റ്റ് ഇവർ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാ ഇവര് പറയുന്നത്. അവര് ഇവിടെ ലേഡീസ് ഉണ്ടായിരുന്നത്, അവര് അങ്ങനെ അവരൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഇതിന്റെ പിറകിൽ ബില്ലിന്റെ പിറകെ ഒന്ന് കാണിക്കാം. നിങ്ങളിതാ ആ ബില്ലിന്റെ പിറകിൽ നിങ്ങൾ നോക്കൂ. അത് പിന്നെ അതിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിയമപരമല്ല പലതും. അതൊക്കെ കൺസ്യൂമർ, ഞാൻ ഈ കൺസ്യൂമറുമായി ബന്ധപ്പെട്ട ആളെ വിളിച്ചിട്ടുണ്ട്. കാരണം 3000 മുകളിൽ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഒരു 5 ദിവസം കൊണ്ട് അത് ഒരു അരമണിക്കൂർ ഇടുന്ന സമയത്ത് തന്നെ പിന്നി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ഈ 2 ബില്ലിൽ അങ്ങനെയാണുള്ളത്. ആ ബില്ലിന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് കാണിക്കറാം മാഡം, ഫ്രണ്ട് ഭാഗം കാണിക്കറാം. ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഇതാ ഇത് ക്വാളിറ്റി ഇത്രയും രൂപയുടെ 3400 രൂപയുടെ സാധനമാണിത്. അതിന്റെ ഒരു കോലമാണ് നമ്മൾ കണ്ടത്. ഇത് കറ്റ കാഴ്ച തന്നെ പഴകിയ തുണിയായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തോന്നുന്നതൊക്കെ ബില്ലിന്റെ പിറകിൽ എഴുതി വെക്കുന്ന ഒരു സാഹചര്യം ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ സഹോദരിമാര് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർക്ക് ആഘോഷത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി വലിയ വില കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് തോന്നിയവാസമാണ്. ഇത് അവരൊരു വിഷയം വിളിച്ചു പറയുന്ന സമയത്ത് ഫോൺ എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇവിടെ വന്നിട്ട് അവർ സംസാരിക്കുന്നു, മടക്കി തരാൻ വേണ്ടി പറ്റില്ല, അതൊക്കെ ബില്ലിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ സ്ത്രീകളായതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരോട് പിന്നെ ഇതിന്റെ ഉടമയോട് സംസാരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇത് പയ്യന്നൂരിൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നിങ്ങളുടെ സ്ഥലം എവിടുന്ന വന്നത്? എവിടുന്ന് വന്നിട്ടാ? പടന്ന. നിങ്ങളിവിടെ കാക്കട. നിങ്ങൾ രണ്ടാളും അറിയുന്നവരാണോ? പരസ്പരം അറിയുന്നവരല്ല. കണ്ടില്ലേ, പറഞ്ഞു. ഞാൻ വന്നിട്ട് ഇവര് ഓണറോട് ഒന്ന് സംസാരിക്കാൻ നമ്പർ തരൂല പറഞ്ഞു. ഞാൻ അവിടെ ജസ്റ്റ് ഇരുന്നു, ഇവര് ഫോൺ വിളിച്ചു. അതിനുശേഷം വേറൊരു കസ്റ്റമർ വന്നിട്ട് കാണിച്ചപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ ഇവര് നിങ്ങൾ വരുമ്പോ നിങ്ങളിപ്പോ ഇതുമായി സാധനവുമായി ബന്ധപ്പെട്ടിട്ട് വാങ്ങിയ സാധനം പിന്നെ കീറിയതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന സമയത്ത് ഇവരുടെ ഇരിക്കും നിങ്ങൾ കണ്ടത്? അത് ശരി, കണ്ടില്ല നിങ്ങള്? കാരണം എന്താ വെച്ചാൽ 2 ആള് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. അവർ പരസ്പരം പരിചയമുള്ളവരല്ല. ഒരാള് പിന്നെ
പിന്നെ പഴകിയ സാധനം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന സമയത്ത് അവർ മറ്റൊരു ആളും കൂടെ വരുന്നു. അതുകൊണ്ട് അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കടയിൽ വെക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ ഇതിന്റെ ഉടമയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു വാർത്തയെ പച്ചവെളിച്ചം പോലുള്ള ഒരു മാധ്യമം സമീപിച്ചാൽ ഉണ്ടാവുന്ന നഷ്ടം എന്തായിരിക്കും, നിങ്ങളുടെ കച്ചവടത്തെ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതിനൊന്നും അദ്ദേഹം ഒരു തരത്തിൽ കൃത്യമായിട്ട് അതിലൊന്നും പ്രശ്നമില്ല എന്നുള്ള ഒരു ധിക്കാരപരമായ ഒരു സമീപനം തന്നെയാണ് ഓണറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കച്ചവടം വളരെ കഠിനമായ ഒരു കാലഘട്ടത്തിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആവാതെ അവർ 3000-ലേറെ വിലയുള്ള ഒരു മെറ്റീരിയല് അത് ഗുണനിലവാരമില്ലാതെ അത് അവർ വാങ്ങിച്ചിട്ട് ഒരു ആഘോഷവേളയിൽ ഇട്ടിട്ട് സന്തോഷിക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു കച്ചവടവും അത് നീതീകരിക്കപ്പെടുന്നതല്ല. അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉപഭോക്തൃ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കും. ഈ വിഷയം പയ്യന്നൂർ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ നാട് ചർച്ച ചെയ്യണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.